സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു എപ്പിസോഡിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ തത്വചിന്ത എങ്ങനെയാണ് ഇന്ത്യൻ ശാസ്ത്ര പുരോഗതിയെയും വിദ്യാഭ്യാസത്തെയും തകർക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തു. ആ എപ്പിസോഡിൻ്റെ അടിയിൽ ഒരു കമൻ്റ് വന്നത് പ്രകാരമായിരുന്നു: ഇന്ത്യക്കാർ ശാസ്ത്രീയമായ പുരോഗതിയിൽ അഭിരമിക്കുമ്പോൾ യൂറോപ്യൻസ് ഗുഹകളിൽ താമസിക്കുകയായിരുന്നു. ഇതാണ് അതിൻ്റെ അടിയിലുള്ള ഒരു കമൻ്റ്. രണ്ടാമത്തെ ഒരു എപ്പിസോഡുകൾ ഞാൻ കണ്ടത് ABC ചാനലിലാണ്. അതിൽ എഴുത്തച്ഛൻ ഭാഷയുടെ സൃഷ്ടാവല്ല എന്ന ഒരു ലേഖനം വിനൈൽ പോൾ എന്ന് പറയുന്ന ആൾ എഴുതിയപ്പോൾ അതിനെതിരെ ABC ചാനലിൽ മിഷണറിമാർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, മിഷണറിമാർ ഇവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്, മാത്രമല്ല അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയാണ് ഈ പറയുന്നതിൻ്റെ ഇടയിൽ. ഹിന്ദിയിലൊക്കെ പാലി ഭാഷയിൽ, പാലി ലിപിയിൽ എഴുതിയിരുന്നു. അദ്ദേഹം MA ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാലി ലിപിയിലാണ് എഴുതിയതെന്ന്. പ്രിയമുള്ളവരെ, അപ്പം ഈ തള്ളുകൾ കേട്ടിട്ട് മനം നൊന്തിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യണത്. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ 17ാമത്തെ വയസ്സിൽ തന്നെ ഗാന്ധിജിയുടെ നയം വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. സെൽഫ് സഫിഷ്യൻസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടതെന്ന്. ഈ സെൽഫ് സഫിഷ്യൻസി എന്നതിന് എന്നിട്ട് അധ്യാപകർ വ്യാഖ്യാനിച്ച് തന്നത് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാവുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെയും ജീവജാലങ്ങളെയും ഈ പ്രകൃതിയെ തന്നെയും ആശ്രയിക്കാതെ ഒരു സമൂഹത്തിനോ മനുഷ്യനോ വ്യക്തിക്കോ ജീവിക്കാൻ കഴിയില്ല. നാം സ്വയം സമ്പൂർണരല്ല. നാം സ്വയം സമ്പൂർണരാണ്, ഞങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന രാജ്യങ്ങളും ജനതയും വ്യക്തിയും ലോകത്തിലുള്ള എല്ലാവരുടെയും അടിമയായി മാറും. ഇങ്ങനെ കുറേ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മറ്റുള്ളവർ നമ്മളെല്ലാവരെയും സ്വീകരിച്ചതാണ്, പാഴ്സികളെ ഞങ്ങൾ സ്വീകരിച്ചില്ലേ, മുഗളൻ മുസ്ലിമുകളെ ഞങ്ങൾ സ്വീകരിച്ചില്ലേ. അപ്പം ഇതൊക്കെ ചില പശ്ചാത്തലമുണ്ടാക്കിയിട്ടുള്ള നരേറ്റീവ്സാണ്. പാഴ്സികളെ ഇന്ത്യക്കാർ സ്വീകരിക്കുകയാണോ ചെയ്തത്? പാഴ്സികൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുകയാണോ ചെയ്തത്? ഒറ്റ ചോദ്യം. ഈ ടാറ്റ എന്ന് പറയുന്ന പാഴ്സിയുടെ പിതാമഹന്മാർ 2600 കൊല്ലം മുൻപ് സിന്ധു നദീതടം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ ഇന്ത്യയെ അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അങ്ങനെ ഗ്രീസ് മുതൽ ഇവിടെ ഇന്ത്യ വരെ കീഴടക്കിയത് പാഴ്സികളാണ്, പേർഷ്യക്കാർ. അപ്പോൾ പേർഷ്യക്കാരുടെ അടിമകളായിരുന്നു നമ്മൾ. അല്ലാണ്ട് അവരെ രണ്ടും കയ്യും നീട്ടി പരവതാനി വിരിച്ച് സ്വീകരിച്ചതല്ല, അവർ തള്ളി കയറി വന്നത്. മുഗളന്മാർ നമ്മൾ ആക്രമിച്ച് കീഴടക്കിയതാണ്. അല്ലാതെ മുഗളന്മാരെ രണ്ട് കയ്യും നീട്ടി മുസ്ലിമുകളെ സ്വീകരിച്ചതാണോ? അത് കേരളത്തിൽ ചില കച്ചവടക്കാരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തള്ളുകളാണ് മുഴുവൻ. അതിൽ പെട്ട ഒരു തള്ളാണ് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്കപ്പുറത്ത് ലോകത്തിൽ യാതൊരു ഭാഷയുമില്ല. എല്ലാ കണ്ടുപിടുത്തങ്ങളും 10,000-70,000 വർഷം മുൻപ് തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്കാർ ശാസ്ത്രത്തിൽ പുരോഗമിക്കുമ്പോൾ അവർ ഗുഹകളിൽ താമസിക്കുകയായിരുന്നോ?
ഞാൻ 2350 വർഷം മുൻപ് എഴുതുകയും അനേകം പതിപ്പുകളായി പകർത്തി എഴുതപ്പെടുകയും ലൈബ്രറികളിൽ സൂക്ഷിക്കുകയും ചെയ്ത ചില പുസ്തകങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എത്ര വർഷം മുൻപ്? 2350 വർഷം മുൻപ്, BCE 350. ചുരുക്കം ചില പുസ്തകങ്ങൾ. ഇതാ അരിസ്റ്റോട്ടിൽ മെറ്റാഫിസിക്സ്, ഇതാ അരിസ്റ്റോട്ടിൽ ഫിസിക്സ്, ഇതാ അരിസ്റ്റോട്ടിൽ എത്തിക്സ്, ഇതാ അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ്, ഇതാ പ്ലാറ്റോ റിപ്പബ്ലിക്, ഇതാ അരിസ്റ്റോട്ടിൽ ഡി ആനിമ. അപ്പോൾ പ്രിയമുള്ളവരെ, എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ആയിരക്കണക്കിന് കോപ്പികൾ വിവിധ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്ത ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. മിഷണറിമാരല്ല കേട്ട, ക്രിസ്ത്യാനികളല്ല, ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട തത്വചിന്താ ബുക്കുകളാണ്. ഇതിലെ പല ബുക്കുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നും ഇന്ത്യ രാജ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരിക്കൽ നമ്മുടെ മുൻ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അവർകളുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ഈ നൈപുണി എന്ന് പറയുന്നത് ഒരു ബൂർഷ സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ്. വ്യാവസായിക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് നൈപുണി എന്ന് പറയുന്നത്, എല്ലാവർക്കും ആവശ്യമാണെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നൈപുണി എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് കളക്കലും പിക്കാസ് എടുക്കലും ആണെന്നാണ് ഈ ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇന്നും ഇന്ത്യ രാജ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്, സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. എഴുതി വെച്ച പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ കണ്ടൻ്റാണ്. എന്താണ് സ്കില്ല്? നമുക്ക് ഒരു കാര്യം ചെയ്യാനറിയാം. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു, അദ്ദേഹം അനേകം പേരെ ചികിത്സിക്കുന്നു, പക്ഷേ അദ്ദേഹം കുറേ പേരുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നു. പക്ഷേ അദ്ദേഹത്തിന് രോഗത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അറിയില്ല. എന്നാൽ വേറൊരു ഡോക്ടർക്ക് രോഗത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അറിയാം, പക്ഷെ ചികിത്സിക്കാൻ അറിയില്ല. എന്നാൽ രോഗത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അറിയുകയും ചികിത്സിക്കാൻ അറിയുകയും ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ്, ചെയ്യുന്ന പ്രവൃത്തിനെ പറയുന്ന പേരാണ് സ്കിൽ. അപ്പോൾ കാരണം അറിയുകയും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കുകയും ചെയ്താൽ 100%, 99% റിസൾട്ടാണ്. അതുകൊണ്ട് വെറും പ്രവൃത്തി അറിയുകയും കാരണം അറിയാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്ന സൗഖ്യം ചാൻസാണ്, പ്രോബബിളാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി സെർട്ടനാണ്. അതുകൊണ്ട് ഏതൊരു വിദ്യാഭ്യാസ പ്രവൃത്തിയുടെയും അന്തിമ ലക്ഷ്യമായിരിക്കേണ്ടത് തിയറിയും പ്രാക്ടീസും കൂടി കൾമിനേറ്റ് ചെയ്ത് ഒരുമിക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സ്കിൽ. കൊല്ലം മുൻപ് എഴുതിയതാണ് ഇന്നും ഇന്ത്യ രാജ്യം എഴുതിക്കൊണ്ടിരിക്കണേ, ലോകത്തിലുള്ള രാജ്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് റിസർച്ച് എങ്ങനെ നടത്തണം. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റി റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഈ അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകത്തിലാണ്. അപ്പം എന്നിട്ട് ആ ബുക്കുകൾ ഉപയോഗിച്ചിട്ട് ഇന്നും ഇന്ത്യ ഉപയോഗിക്കുമ്പോൾ, അപ്പം ഇന്ത്യയിലെ ഋഗ്വേദത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എടുത്തിട്ട് ഇവിടെ റിസർച്ച് ചെയ്യാനുള്ള മെത്തേഡുകളില്ലേ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരെ ഇരുന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെന്ന്? ഞങ്ങളിവിടെ വലിയ വലിയ ശാസ്ത്രം കണ്ടെത്തുമ്പോൾ അവരവിടെ ഗുഹാമുഖങ്ങളിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇത് റിട്ടൺ ടെക്സ്റ്റാണ്, അല്ലാണ്ട് ഓറൽ ടെക്സ്റ്റ് അല്ല. ഈ സംസ്കൃത ഭാഷയ്ക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അത് അബദ്ധം എന്ന് പറയില്ല, അതിലെ ഒരു വലിയ കാര്യം ലോകത്തെ പഠിപ്പിക്കാനായിട്ടാണ് അത് നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അവരെ കൃത്യമായിട്ട് മനുസ്മൃതിയിലും മഹാഭാരതത്തിലും എഴുതി വെച്ചു.
എഴുത്ത് എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണെന്ന്. മാത്രമല്ല, പുസ്തകം നോക്കി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവൻ അധകൃതനാണെന്ന്. അതായത് പുസ്തകം നോക്കി വായിക്കുക പഠിക്കുക ചെയ്യുന്നത് അധകൃതനാണ്. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം? ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. കാരണം ഗുരു സാക്ഷാൽ പരബ്രഹ്മ. അപ്പോൾ ഗുരു ദൈവത്തിന് തുല്യമാണ്. ആ ഗുരുവിൻ്റെ ഓറൽ ടെക്സ്റ്റ് മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് റിട്ടൺ ടെക്സ്റ്റ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല റിട്ടൺ ടെക്സ്റ്റ് എഴുതുന്നവൻ നരകത്തെ പോകുമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവൻ ശൂദ്രനാണ്, ശവം തൂക്കിയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മെറ്റായിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ ഗൂഗിൾ ജെമിനിയിലോ ചോദിക്കുക, ഇന്ത്യയിൽ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാണ് ഒരു ആശയത്തെ എഴുതി കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ അതിൻ്റെ റെഫറൻസ് ഏതാണ്? അപ്പോൾ മഹാഭാരതത്തിൽ ഇന്ന ഇതിലുണ്ട്, മനുസ്മൃതിയിൽ ഇന്നതിലുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. അത് നിങ്ങൾ എന്ത് ചെയ്യും? പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഒറിജിനൽ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് അതിലുണ്ടെന്ന് കാണാം. അത് രണ്ടും പരിശോധിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിയമുള്ളവരെ, ഈ സനാതനധർമ്മത്തിൻ്റെ കാവൽക്കാരായിരുന്ന സംസ്കൃത ഭാഷയുടെ കയ്യാളിയിരുന്ന ആളുകൾ ഓറൽ ട്രഡീഷൻ അല്ലാതെ റിട്ടൺ ട്രഡീഷൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും എഴുതുന്നവർ നരകത്തിൽ പോകുമെന്ന് കൂടി എഴുതി വെച്ച് അവർ അധകൃതരാണ്, ശൂദ്രന്മാരാണ്. ഈ യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു കാസ്റ്റ് ഉണ്ട് ഇവിടെ. ഈ എഴുത്തച്ഛന്മാർ പലരും എൻ്റെ കൂട്ടുകാരായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മന്ത്രി CN ബാലകൃഷ്ണൻ എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ അവരൊക്കെ ആയിട്ട് പെരുമാറുമ്പോൾ എനിക്ക് കുറേ ബ്രാഹ്മണ സുഹൃത്തുക്കളുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി ഡീസൻ്റാണ്. നമ്പൂതിരിമാർ, ബ്രഹ്മദത്തൻ നമ്പൂതിരി, അങ്ങനെ കുറേ പേരുണ്ട്. നല്ല സംസാരം, നമുക്ക് എന്താ പറയുക, അവരുടെ സംസാരത്തിൽ തന്നെ ഒരു ആഢ്യത്വമുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ CN ബാലകൃഷ്ണൻ, അതുപോലെ എനിക്ക് പരിചയമുള്ള എഴുത്തച്ഛന്മാർ മുഴുവനും. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഈ എഴുത്തച്ഛന്മാർ മുഴുവൻ ബ്രാഹ്മണന്മാരാണല്ലോ, പക്ഷെ ഇവരെ വിളിക്കുന്നത് കടുപ്പൊട്ടൻ എന്നാണ്. കടുപ്പൊട്ടൻ, പൊട്ടന്മാർ. മാത്രമല്ല, സാമൂതിരി രാജാവിൻ്റെ യോഗാദ്രിമാർ ഇവരെ ശൂദ്രന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. കാരണം ഇവർ യഥാർത്ഥത്തിൽ നല്ല അസൽ നമ്പൂതിരിമാരുടെ, ബ്രാഹ്മണന്മാരുടെ ആ ലാളിത്യവും, അതിൽ കള്ളന്മാരുണ്ട് കേട്ടോ, അത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പെരുമാറിയിട്ടുള്ളവരൊക്കെ ഡീസൻ്റാണ്. അത്ര ഡീസൻ്റാണ് ഈ CN ബാലകൃഷ്ണനൊക്കെ ആയിരുന്നത്. അപ്പം അപ്പോൾ മറ്റുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറയണത്. ആ പെരുമാറ്റ രീതി ഉള്ളെങ്ങനെയാണെന്ന് നമുക്ക് പുറത്തുനിന്ന് കണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂട്ടുകാരിൽ എല്ലാ വിഭാഗമുണ്ട്. ഇഴവനുണ്ട്, നായരുണ്ട്, മേനോനുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റുണ്ട്, ട്രൈബും ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവർ കടുപ്പൊട്ടനല്ല. ഇവർ കടു എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്തെ പട്ടന്മാരാണ്. പട്ടൻ. അപ്പം കടുപ്പട്ടരെ ഇവരെന്താക്കി? ശൂദ്രനാക്കി, അധകൃതനാക്കി. ഇപ്പോൾ നമ്മുടെ അഡ്മിഷനിൽ OEC ആക്കി മാറ്റി, അതർ എലിജിബിൾ കാസ്റ്റ്. അപ്പം ഇങ്ങനെ വരാനുള്ള കാരണം എഴുത്ത് എന്ന് പറയുന്നത് അധകൃതൻ്റെയാണ്. അപ്പം ഇന്ത്യയിൽ പിന്നെ എങ്ങനെ എഴുത്തുണ്ടായത്? അപ്പോൾ ഇവിടെ ചിലർ, നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ചില ആൾക്കാർ സംസ്കൃതം 70,000 വർഷം മുൻപുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ദേവനാഗിരി ഭാഷയിൽ എഴുതിയ ഒരു ചിത്രം കാണിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ 70,000 കൊല്ലം മുൻപ് സംസ്കൃതം ഈ ദേവനാഗിരി ഭാഷയിൽ എഴുതിയെന്നാണ് കേട്ടിരിക്കണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാളൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ചെകുത്താൻ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഈ എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കണതെന്ന്. അതേപോലെ 70,000 കൊല്ലം മുൻപ് പഴക്കമുള്ള സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞ് ദേവനാഗിരി ലിപിയിലെ ഒരു ചിത്രം കാണിക്കുമ്പോൾ ഈ കണ്ടിരിക്കുന്ന
90% വരുന്ന പൊട്ടന്മാർക്ക് ഈ ദേവനാഗരി ലിപി AD 400-ലും 500-ലും 600-ലും ഇവോൾവ് ചെയ്ത് വന്നതാണെന്ന് അറിയില്ലേ? അപ്പൊ സംസ്കൃതത്തിന് എഴുത്തില്ല. ഇവര് വലിയ കാര്യത്തിൽ പറയും നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റികളില്. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ഏത് ലൈബ്രറി ഉണ്ടാവണമെങ്കിൽ ടെക്സ്റ്റ് എവിടെയാ? എഴുത്തില്ലാണ്ട് എങ്ങനെ ടെക്സ്റ്റ് ഉണ്ടാവുക? ടെക്സ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ ലൈബ്രറി ഉണ്ടാവുക? ഇത് നിസ്സാര ചോദ്യങ്ങളാണ്. ഇത് ചോദിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലെങ്കിൽ ഇന്ത്യക്കാരെ അമേരിക്കക്കാരെ എവിടെ വെട്ടിക്കാനാ? നമുക്ക് അവരെ മറികടക്കണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് ആരംഭിക്കുകയും വേണം. അപ്പൊ പ്രിയമുള്ളവരെ, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഓറൽ ട്രഡീഷനെ ഇവര് മാത്രം കൊണ്ടുവരികയും റിട്ടൺ ട്രഡീഷനെ നിഷേധിച്ചുകൊണ്ട് സംസ്കൃതത്തിന് ഭാഷയുള്ളോ സ്ക്രിപ്റ്റില്ല. എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അതാണ് അവരുടെ മിടുക്ക്. നമ്മളിന്നീ കാണുന്ന ഇറാൻ, ഇറാഖ്, ഗൾഫ് തൊട്ട് എവിടെ വരെ ഇസ്രായേൽ വരെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ആണ് എഴുത്ത് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ ഇന്ന് കാണുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആദ്യം രൂപം കൊള്ളുന്നത് ഫിനീഷ്യയിലാണ്. ഫിനീഷ്യൻ ലിപികളാണ്. വേറെ ലിപികളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ ആദ്യ രൂപമാണ് ഈ ഫിനീഷ്യൻ ലിപികൾ. അപ്പം ഇത് BC 2000-ലുണ്ട് എന്ന് പറഞ്ഞാൽ 4000 കൊല്ലം മുൻപുണ്ട്. ഈ ലിപികളിൽ നിന്ന് 2 ലിപികൾ ജന്മം കൊള്ളുകയാണ്. അതിലൊരു ലിപിയാണ് ലിപി. ഭാഷയല്ല കേട്ടോ, ഭാഷ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിലൊരു ലിപിയാണ് അറമായിക് ഭാഷ. വേറൊരു ലിപിയാണ് ഗ്രീക്ക് ഭാഷ, ഗ്രീക്ക് ലിപി, അറമായിക് ലിപിയും. അപ്പൊ ഗ്രീക്ക് ലിപിയിൽ BC 500 തൊട്ട് തന്നെ ഹോമറിൻ്റെ ഇലിയഡ് അതൊക്കെ എഴുതി അവർ കൃത്യമായിട്ടുള്ള രേഖകളും അത്തരം കാര്യങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്നുള്ള 10 പുസ്തകമാണ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. 100 കണക്കിന് പുസ്തകങ്ങളാണ്, 1000 പുസ്തകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയാണ് പിന്നെ ഇന്ത്യക്കാർ ഇത് പഠിക്കാൻ കാരണം? ആരാണ് ഇന്ത്യക്കാർക്ക് ഇത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? BC 600-ല് പാഴ്സികള്, പേർഷ്യക്കാര്, സൈറസ് ഇന്ത്യയെ കീഴടക്കിയപ്പോൾ സൈറസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യത്തിനായി അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് BC 4-ാം നൂറ്റാണ്ടിലെയൊക്കെ ഗ്രീക്ക് ലിഖിതങ്ങളും അരമായിക് ലിഖിതങ്ങളും ഈ ഇൻഡസ് നദീതട പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ മുതലായ ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് കാണാം. അതാണ് നമ്മൾ പറയുന്ന ഗണ്ടഫോർ രാജാവിൻ്റെ, തോമസ് ലീഹ വന്ന ഗണ്ടഫോർ രാജാവിൻ്റെ കൊട്ടാരം, തക്ഷശില യൂണിവേഴ്സിറ്റി. അവിടെ ഉണ്ടായിരുന്നത് ഗ്രീക്കുകാരും പേർഷ്യക്കാരാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യക്കാർക്ക് സാമ്രാജ്യം അറിയില്ല. ഒരു 10,000 നാട്ടുരാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞരാജ്യം, അപ്പുറത്തൊരു കുഞ്ഞരാജ്യം. അപ്പോൾ ഇവരെ കീഴടക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ഈ സൈറസും അലക്സാണ്ടറും ഒക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ സൈറസിൻ്റെ കാലശേഷമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ വരുന്നത്. ആ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി വരുന്നത്. അപ്പോൾ BC 600-ന് ശേഷം BC 500-നും 300-നും ഇടയിലാണ് നമ്മൾ ബ്രാഹ്മി ലിപിയിൽ, ലിപി ഭാഷയല്ല കേട്ടത്, പാലി ഭാഷയുണ്ട്, ബ്രാഹ്മി ലിപിയുണ്ട്. ആ ലിപിയിൽ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അതിനു മുൻപ് ആ ലിപിയിൽ എഴുതാൻ തുടങ്ങുക എന്ന് വെച്ചാൽ അത് ആരംഭമായിട്ടുള്ളൂ. അപ്പം ചന്ദ്രഗുപ്ത മൗര്യന് മനസ്സിലായി ഒരു വലിയ പ്രദേശം ഒരു സാമ്രാജ്യമായി കൊണ്ടു നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, രേഖകളില്ലാതെ, റെക്കോർഡിംഗ് ഇല്ലാതെ, ശാസനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വിടാതെ നടക്കില്ല. അപ്പം ലിപി അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് പേർഷ്യക്കാരുടെ ലിപി അറമായ ഭാഷയും അറമായ ലിപിയുമായിരുന്നു. ആ അറമായ ലിപിയുടെ സ്വാധീനം ഒരു 8 ആൽഫബറ്റെങ്കിലും ബ്രഹ്മി ലിപിയിൽ കാണാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫിനീഷ്യൻ ലിപിയിൽ നിന്ന് 2 എണ്ണം പ്രസവിച്ചു. ഒന്ന് അരമായിക് ഭാഷ, 2 ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയിൽ BC 500-ൽ തന്നെ ഭാഷയും സ്ക്രിപ്റ്റും ഫോം ചെയ്തു, ഗ്രാമർ ഫോം ചെയ്തു.
ഇവിടെ ഇപ്പുറത്ത് അരമായ ഭാഷ എവിടെ വരെ? പേർഷ്യ വരെ. ഈ നമ്മൾ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ഭാഷയാണ് ഈ പറയുന്നത് അരമായ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഷയിലുള്ള സ്ക്രിപ്റ്റുകളാണ് എവിടെയുള്ളത്? ഈ കണ്ടഹാറിലും ഈ നോർത്ത് ഇന്ത്യയിലും മുഴുവനുള്ളത്. എന്നിട്ട് ചിലർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് തോമസ് ലീഹയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് അരമായ ഭാഷ സംസാരിക്കാൻ കഴിയുന്നത്? അവിടെ 300 കൊല്ലക്കാലം ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ആണത്. സ്ക്രിപ്റ്റാണ്, ഭാഷയാണ്, രണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബ്രാഹ്മണന്മാർ എപ്പോഴും സ്ക്രിപ്റ്റ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ജൈനന്മാരും ബുദ്ധന്മാരും, പ്രിയമുള്ളവരെ, അശോക ചക്രവർത്തി എന്ന് വെച്ചാൽ അവിടെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു ഭാര്യ ഗ്രീക്ക് തലവൻ്റെ മകളായിരുന്നു എന്ന് BC 50 എഴുതിയ സ്ട്രാബോ എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോഴും സംസ്കൃതത്തിൽ പുസ്തകങ്ങളൊന്നുമില്ല കേട്ടോ. അത് പറഞ്ഞ് എഴുതാൻ പഠിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഗ്രീക്ക് വനിതയുടെ പേരക്കുട്ടിയാണ് ആര്? സ്വന്തം ജെനറ്റിക്സ് ആണോന്ന് അറിയില്ല. പേരക്കുട്ടിയാണ് ആര്? നമ്മുടെ അശോക ചക്രവർത്തി. അപ്പോൾ അശോക ചക്രവർത്തിയുടെ കാലത്താണ് ബുദ്ധമത വിഹാരങ്ങളിൽ ബ്രാഹ്മി ലിപി വ്യാപകമായി ഡെവലപ്പ് ചെയ്ത് എഴുതിയത്. അപ്പോൾ അവിടുന്നാണ് പിന്നെ നമ്മൾ അശോക സ്തംഭങ്ങളിൽ ഇത് എഴുതി കാണുന്നത്. പ്രിയമുള്ളവരെ, അശോക സ്തംഭങ്ങളിൽ അശോകൻ ബുദ്ധമത ധർമ്മം എഴുതുന്നതിനേക്കാൾ 1500 കൊല്ലം മുൻപ് പേർഷ്യയിലെ രാജാവായ ഹമ്മുറാബി കല്ലിൽ എഴുതി വെച്ചതുണ്ട് 1500 കൊല്ലം മുൻപ്. നിങ്ങൾ കാണണോ? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ഇരിക്കണത്? അത് പാരീസിലെ ലിവ്രെ മ്യൂസിയത്തിൽ ഈ സാധനം ഉണ്ട്. ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. അത് എഴുതിയിട്ടുള്ളത് ക്യൂനിഫോം വരകളാണ്, കുറികളാണ്. അതൊക്കെ ഡെസിഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അശോക ചക്രവർത്തിയാണ്, ബുദ്ധമതക്കാരാണ് ഈ എഴുത്തു തുടങ്ങിയത്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഈ ബ്രാഹ്മി ലിപി വികസിച്ചത് എവിടെയാണെന്ന്, തമിഴ്നാട്ടിലാണെന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൺക്ലൂഷൻ പറയുന്നില്ല, കാരണം എനിക്ക് അത്ര അറിവില്ല. പക്ഷേ ഈ ബ്രാഹ്മി ലിപി കീഴടി മുതലായ സ്ഥലങ്ങളിൽ BC 500 തന്നെ കാണുന്നതിൻ്റെ കാരണം BC 700, 800, 1000 സോളമൻ എന്ന് വെച്ചാൽ ഈ അരമായ ഭാഷ സംസാരിക്കുന്നവർക്ക് തമിഴ്നാടായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആണോ ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടുള്ളത്, അതോ സൈറസ് വഴിയായിട്ടാണോ ഇത് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് എന്ന തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കത്തിന് എനിക്ക് ഉത്തരവൊന്നുമില്ല. എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അരമായ ഭാഷയുടെ ലിപികൾക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? ബ്രാഹ്മി ഭാഷയുടെ ലിപികളുമായിട്ട് ബന്ധമുണ്ട്. അതുണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കാരണക്കാരൻ അശോക ചക്രവർത്തിയാണ്. അത് സനാതന ധർമ്മക്കാരല്ല, ബുദ്ധധർമ്മക്കാരാണ് അതുണ്ടാക്കിയത്. അപ്പോഴും സാൻസ്ക്രിറ്റിലെ പുസ്തകങ്ങൾക്കൊക്കെ ഓറൽ ട്രഡീഷൻസേ ഉള്ളൂ. പിന്നീട് എപ്പോഴാണ് ഇവരൊരു റിട്ടൺ ട്രഡീഷൻ ആരംഭിക്കുന്നത്? AD 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത പീരീഡ് വന്നപ്പോൾ അവരാണ് വ്യാപകമായിട്ട് ഗുപ്ത രാജാക്കന്മാർ, നമ്മൾ ആര്യഭട്ടൻ, കാളിദാസൻ എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടം എത്തിയപ്പോൾ, അത് AD 5-ാം നൂറ്റാണ്ടായി. ഈ AD 4-5 നൂറ്റാണ്ടുകളിലാണ് സാൻസ്ക്രിറ്റ് എഴുതുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് പിന്നീട് നാഗരിയും ദേവനാഗരികയും വികസിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹിന്ദി സ്ക്രിപ്റ്റിൽ എഴുതുന്ന അനേകം പുസ്തകങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 50,000 കൊല്ലം മുൻപ് സംസ്കൃത ഭാഷയുണ്ടായിരുന്നു, പക്ഷെ എഴുതാൻ ലിപി ഉണ്ടായിരുന്നില്ല, ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല, ലൈബ്രറി ഉണ്ടായിരുന്നില്ല. അപ്പം നളന്തയിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അത് ഇന്നാൾ കത്തിച്ച് കളഞ്ഞതാണ്. ഏത് ഭാഷയിൽ എഴുതിയ പുസ്തകം അവിടെ ഉള്ളത്? ബ്രാഹ്മി ഭാഷയിൽ എഴുതിയ പുസ്തകം. അതും ബ്രാഹ്മണന്മാർ ഇത് എഴുതാറില്ല.
അത് എഴുതി വരുന്നത് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ ബുദ്ധന്മാരാണ് എഴുത്ത് എന്ന് പറയുന്ന ശൂദ്രൻ്റെ പണി ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ മഠങ്ങൾ ഈ കേരളത്തിൽ എഴുത്തും വായനയും പഠിപ്പിച്ചത് ബുദ്ധന്മാരാണ് എന്ന് പറയുന്ന ആ ഹൈപ്പോത്തസിസ് അംഗീകരിക്കുന്നതിൻ്റെ കാരണം ബ്രാഹ്മണന്മാർക്ക് ഓറൽ ട്രഡീഷൻ മാത്രമേ ദൈവികമായിട്ടുള്ളൂ. റിട്ടൺ ട്രഡീഷൻ വീഴ്ചയാണ്, അത് മോശമാണ്. അതുകൊണ്ടാണ് ഇവർ എഴുതി വെച്ചത്. എഴുതി കഴിഞ്ഞാൽ അർത്ഥം നഷ്ടപ്പെട്ടു പോകും. കാരണം വാക്കുകളിൽ, വാചകങ്ങളിൽ ധ്വനികളുണ്ട്. ധ്വനി, അത് ഞാൻ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആ ധ്വനി എഴുതുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഞാൻ ഒരുത്തനെ കളിയാക്കാണെന്ന് കരുത്, നിൻ്റെയൊക്കെ എന്താ അറിവാടാ അറിവ്, ഒന്നിനും കൊള്ളാത്തവനെ. അല്ലെങ്കിൽ എന്താണടോ സത്യം എഴുതുമ്പോൾ എന്താണ് സത്യം? ആ ടോണിലാണ് മീനിങ് ഇരിക്കുന്നത്. അതിനെയാണ് ധ്വനി എന്ന് പറയുന്നത്. ധ്വനി പോയാൽ അർത്ഥം പോവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ റിട്ടൺ ട്രഡീഷൻ എതിർത്തത്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭാഷ വികസിച്ചു, സ്ക്രിപ്റ്റ് വികസിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ബംഗാളിക്കും മറാഠിക്കും തമിഴിനും ഇതിനൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടായത്? അവിടെ ഗുപ്ത രാജാക്കന്മാരും 4-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ പല്ലവ രാജാക്കന്മാരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അവരുടെ സ്വാധീനത്താൽ. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഗ്രന്ഥാലിപി രൂപം കൊണ്ടത്. ആ ഗ്രന്ഥ സ്ക്രിപ്റ്റാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്തിനുപയോഗിച്ചത്? ഈ രാമായണം കിളിപ്പാട്ട് എഴുതാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ എങ്കിലും അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി. ഞാൻ മിഷണറിമാർ നന്മ ചെയ്തതെന്നൊന്നും പറയുന്നില്ല. അതായത് അവർ കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് അവരെന്ത് ചെയ്തത്? ബ്രിട്ടീഷ് സിവിൽ സർവൻസ് എല്ലാ ഭാഷകൾക്കും ലിപി ഉണ്ടാക്കി അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യക്കാർ എഴുതാൻ പഠിച്ചത്. അങ്ങനെ ഈ ഇന്ത്യക്കാരുടെ ബംഗാളി, ആസാമി, മറാഠി, ഇപ്പോൾ കാണുന്ന ഹിന്ദുസ്ഥാനി, ഇതൊക്കെ ഇവർ സ്റ്റാൻഡേർഡൈസ് ചെയ്തത് മിഷണറിയുടെ പുണ്യപ്രവൃത്തി എന്നൊന്നും നിങ്ങൾ പറയണ്ട. അവരാണ് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്തത്. കാരണം അധികാരത്തിലിരുന്ന ബ്രാഹ്മണ വർഗത്തിന് ഓറൽ ട്രഡീഷൻ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഈ എഴുത്തിലേക്ക് വന്നത്, അല്ലാതെ അവർ എഴുത്തിനെ പ്രൊമോട്ട് ചെയ്തതല്ല. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യക്കാർക്ക് പുസ്തകം വായിക്കാൻ മടിയാണ്. എനിക്ക് ഈ വിദേശത്തുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് മടിയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മാത്രമല്ല മിടുക്കന്മാരുണ്ടായിരുന്നത്, മറ്റുള്ളവരും മിടുക്കന്മാരുണ്ട്. അവർ നമ്മേക്കാൾ മുമ്പ് എഴുതിയിരുന്നു. അലക്സാണ്ട്രിയയിലെ ലൈബ്രറി വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും തിരിച്ചറിയുക, സനാതന ധർമ്മക്കാരല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതുണ്ടാക്കി കൊണ്ടത് ജൈനന്മാരും ബുദ്ധന്മാരാണ്. അവർ സനാതനന്മാരല്ല. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവഹാരിക ലോകത്തിൽ ചിന്തിച്ചിരുന്നവരാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അതുകൊണ്ട് സംസ്കൃതത്തിനേക്കാൾ മുൻപ് എഴുത്ത് ഭാഷ ഫോം ചെയ്യുകയും പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പാപ്പന്മാരൊക്കെ ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അവരൊക്കെ അവിടെ ഗുഹാമുഖത്ത് കൗബീനം എടുത്ത് നടക്കുകയായിരുന്നു എന്നുള്ള പ്രസ്താവനകൾ ഇനിയെങ്കിലും നടത്തി സ്വയം അപഹാസ്യരാകാതിരിക്കാൻ ഇന്ത്യക്കാർ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.